ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബട്ടർ സ്കോച്ച് പുഡിംഗ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 3 എഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണല്ലോ, അപ്പം ബട്ടറിന്റെ ഷുഗറിന്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. പക്ഷെങ്കിൽ ഒരു പുഡിംഗ് ആവുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണം. എന്നാലേ അതിനുവേണ്ടി ഞാൻ 250 ml മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഷുഗർ വേണം. ഷുഗർ അപ്പം കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഒരു 4 സ്പൂൺ ഓഫ് ഷുഗർ നമ്മൾ എടുക്കണം ആദ്യം. അപ്പോൾ ഇതൊന്ന് കാരമലൈസ് ചെയ്യട്ടെ. പിന്നെ ഒരു കുറച്ച് ഷുഗറൂടെ നമുക്ക് വേണം എഗ്ഗുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പം ആദ്യം ഇതൊന്ന് നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പം നമ്മൾ 4 സ്പൂണ് ഷുഗർ നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഫുൾ ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോഴേ പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കാവൂ. അതുവരെ ഇത് ഇളക്കാനൊന്നും പോകല്ലേ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. കാണാം സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് മെൽറ്റായി വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും നമ്മൾ സ്പൂണോ തവിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാം. അപ്പം കുറച്ചുകൂടെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് സ്പൂൺ ഇട്ട് ഇളക്കാവും. ഇങ്ങനെ ഒരു ചെറിയ തിള വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇനിയിപ്പം വേഗം മെൽറ്റ് ആകും. ഇപ്പം തീയെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇപ്പൊ ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. മെൽറ്റ് ആയി വന്നപ്പം നമ്മള് ഇപ്പം തീ വളരെ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഇനി ഒന്ന് നല്ലവണ്ണം മെൽറ്റ് ആകട്ടെ. അപ്പൊ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഷുഗർ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ പുഡിങ്ങിന്റെ ടേസ്റ്റേ മാറിപ്പോ. അതുകൊണ്ട് കരിയാൻ നമ്മൾ അനുവദിക്കരുത്. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ 250 ml മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ ഈ ബട്ടർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം കൈ മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്നും പൊട്ടിത്തെറിച്ച് കയ്യിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഷുഗർ മെൽറ്റ് ആയിരിക്കുന്നത്, അതുകൊണ്ട് സൂക്ഷിച്ച് കുറേച്ച് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഇതെല്ലാം കൂടെ ഒരു കട്ട പോലെ ആവും. വീണ്ടും ഇത് ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത്. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഈ കട്ടിയായിട്ടിരിക്കുന്ന ഷുഗറും ഇതെല്ലാം കൂടെ ഒന്ന് മിൽക്കിനകത്ത് മെൽറ്റ് ആയിക്കോളും. ഇപ്പം കളർ മാറിയിരിക്കുന്ന കാണാം. ഇതാണ് ബട്ടർ സ്കോച്ച് പുഡിങ്ങിന്റെ റിയൽ ആയിട്ടുള്ള ഒരു കളറ്. അപ്പം ഷുഗറൊക്കെ നല്ലവണ്ണം മെൽറ്റ് ആയിട്ടുണ്ട്. മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. ആ ഷുഗർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇതിനിയും ചെറുതായിട്ടൊന്ന് കൂളാകാൻ വിടണം. ആ സമയം കൊണ്ട് നമുക്ക് എഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഷുഗറുമായിട്ട്. ഒരു 2 പീസ് ബ്രെഡ് അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇത് ഒന്ന് പൊടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്ത് വരട്ടെ. നമ്മളൊരു 3 എഗ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂണ് ഷുഗറൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇത് ഈ എഗ് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഈ നല്ലവണ്ണം ബീറ്റ് ചെയ്ത് വെച്ച ഈ എഗ്ഗിന്റെ മിക്സിലേക്ക് നമുക്ക് ഈ ബ്രെഡ് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ
ആ മിൽക്കിന്റെ മിശ്രിതം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഈ എഗ്ഗിന്റെ മിക്സിലേക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ എഗ്ഗ് ചൂട് പാലല്ല, ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാണ് ഇപ്പം നമ്മൾ ഒഴിച്ചത്, അല്ലെങ്കിൽ അതെല്ലാം കൂടെ കട്ടയായി പോവും. ഇനി നമ്മൾ ഒരു പുഡിംഗ് ഉണ്ടാക്കാനുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്തേക്ക് നമ്മൾ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം. ഇനി നമുക്ക് ഇത് സ്റ്റീമറിൽ വെച്ച് 30 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഈ ഗ്ലാസ് ഡിഷിന്റെ മേളിലേക്ക് ഒരു ഫോയിൽ പേപ്പർ ഇട്ടിട്ട് നമ്മൾ അതിനകത്തേക്ക് സ്റ്റീമായി വരുമ്പോൾ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പക്ഷെ സ്റ്റീം കയറാൻ വേണ്ടി നമ്മളൊരു ചെറിയ കിഴുത്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടപ്പടച്ചു കൊടുത്ത് 30 മിനിറ്റ് ടൈം ഇട്ട് കൊടുക്കാം നമുക്ക്. പക്ഷേ ഇടയ്ക്ക് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം കുക്കായോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് കുക്ക് ചെയ്ത് കഴിഞ്ഞുള്ളത്. നമ്മൾ മൊത്തം 25 മിനിറ്റ് ആണ് കുക്ക് ചെയ്യാൻ വേണ്ടി വന്ന ടൈം. 20 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പം ഒരു കുറച്ചുകൂടെ വേണമെന്ന് തോന്നി. അങ്ങനെ 5 മിനിറ്റ് കൂടെ വെച്ചു. നല്ല അടിപൊളി ടെസ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇനിയും ഒരു 2 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെച്ച്, അത് ഫ്രീസറിൽ വെക്കണ്ട, നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം. പുഡിങ് എപ്പോഴും തണുത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. നല്ല അടിപൊളി ടെസ്റ്ററാണ്. അപ്പം ഞാനിത് നിങ്ങളെ ടേസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇപ്പൊ ഒരുപാട് മധുരം ഒന്നും കഴിക്കണ്ടെന്ന് ഓർത്തിരുന്ന, പക്ഷെ ഇത്രയും നല്ലതായിട്ട് ഈ ബട്ടർ സ്കോച്ച് പുഡിങ് ഇപ്പൊ എങ്ങനെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാതിരിക്കാൻ പറ്റും. അപ്പം നിങ്ങളും ഇതുപോലെ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാ. ഞാനൊരു കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തായിരുന്നു. നല്ലതാണ്, നല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇപ്പൊ ഇവിടെയും ഹോളിഡേ ടൈമാ, അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാ കേട്ടോ. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാ, അതിലിട്ട് നല്ല അലിഞ്ഞു പോകുന്ന ടേസ്റ്റ് ശരിക്കും. അപ്പം വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടമില്ലേ? അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതിനോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ബൈ.